അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس إن الله لا يهدي القوم الكافرين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ചരിത്രത്തിലുണ്ടായിട്ടുള്ളത് അലി ഇബ്നു അബി താലിബിൻ്റെ ജനനമാണ്. അദ്ദേഹം റജബ് 13-നാണ് ജനിക്കുന്നത്. നുബുവത്തിൻ്റെ 10 വർഷം മുമ്പ്, ഏതാണ്ട് പ്രവാചകന് 30 വയസ്സ് പ്രായമുള്ള സമയത്താണ് തൻ്റെ രക്ഷിതാവും പിതൃവ്യനുമായ അബൂ താലിബിന് അലി എന്ന ഒരു മകൻ ജനിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലവും ഉജ്ജ്വലമായ ഒരു താരകമായി തിളങ്ങി നിൽക്കുന്ന ഒരു മഹാജ്ഞാനിയാണ്, ഗുരുവാണ് അലി ഇബ്നു അബി താലിബ്. ഒരുപക്ഷേ പ്രവാചകൻ കഴിഞ്ഞാൽ ജ്ഞാനപരമായി ഇസ്ലാമിനെ ഇത്രമേൽ അഗാധമായി ആഴത്തിൽ സ്പർശിച്ചു നിൽക്കുന്ന മറ്റൊരു പേരില്ല എന്ന് വേണം പറയാൻ. ഇസ്ലാമിൻ്റെ അധ്യാത്മ വഴികളെല്ലാം സമന്വയിക്കുന്നത് ആ മഹാഗുരുവിലാണ്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം, അതിൻ്റെ കലാപരത, ഇസ്ലാമിൻ്റെ സർഗാത്മകത, അത് ഏതൊരു മനുഷ്യനെയാണോ തൊട്ടു നിൽക്കുന്നത്, അതിൻ്റെ വേരുകളെല്ലാം എവിടെ ചെന്നാണോ അതിൻ്റെ ഊർജം സംഭരിക്കുന്നത്, ആ മഹാമനുഷ്യൻ്റെ പേരാണ് അലി ഇബ്നു അബി താലിബ്. ഭരണാധികാരികളും താല്പര്യക്കാരുമെല്ലാം അരികുവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടും അവരുടെയൊക്കെ കുതന്ത്രങ്ങളിൽ നിന്ന് മാറി തൻ്റെ സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ ശോഭയിൽ എല്ലാ മറകൾക്കും അപ്പുറത്ത് വീണ്ടും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യനായി അലി ചക്രവാളത്തിലുണ്ട്. അലിയിനെ പുകഴ്ത്തി ദൈവസ്ഥാനത്തോളം എത്തിച്ചവരുണ്ട്. അലിയിനെ ഇകഴ്ത്തി ഒന്നിനും കൊള്ളാത്തവനെന്ന് ആക്ഷേപിച്ചവരുണ്ട്. പക്ഷേ അതിലൊന്നും അലി എന്ന മഹാഗുരുവിൻ്റെ വ്യക്തിത്വം എവിടെയും ഇല്ലാതാകുന്നില്ല. പുകഴ്ത്തിയത് കൊണ്ട് വലുതാകുന്നതോ ഇകഴ്ത്തിയത് കൊണ്ട് ചെറുതാകുന്നതോ അല്ല ആ ജ്ഞാനിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അദ്ദേഹം അറിവിന്, ജ്ഞാനത്തിന്, ആധ്യാത്മികതയ്ക്ക് ജീവിതം സമർപ്പിച്ച ഗുരുവാണ്. താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലളിതമായി ജീവിച്ച് ലളിതമായി മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ പേരാണത്. അദ്ദേഹം ജ്ഞാനിയായി, ഭരണാധികാരിയായി, ഗുരുവായി
നേതാവായി, പ്രഭാഷകനായി, കവിയായി, എഴുത്തുകാരനായി ഒക്കെ വിരാജിക്കുമ്പോഴും അലി എപ്പോഴും ഒരു സാധാരണക്കാരനായി ജീവിച്ചു. ഒരുപക്ഷെ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധം രാജാക്കന്മാരും രാജകൊട്ടാരവുമൊക്കെ നമുക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഒരു ഭരണാധികാരിയെ നിങ്ങൾക്ക് കാണാം. അതിശയോക്തി ഒട്ടുമില്ലാതെയാണ് ഞാൻ ചരിത്രം പറയുന്നത്. ആ ഭരണാധികാരി കൂഫയുടെ തെരുവുകളിലൂടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിറകിൻ്റെ കെട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ആരോ പറയുന്നുണ്ട്, ഈ വിറക് കെട്ട് ഞാൻ ചുമക്കാം. വേണ്ട, എൻ്റെ വീട്ടിൽ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകാണിത്, ഇത് ചുമക്കേണ്ടത് ഞാനാണ്. അങ്ങനെ നടന്നു പോകുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അലി. ഇങ്ങനെ എവിടെയും ഒരു സാധാരണ ഒരു പരിവേഷവും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അങ്ങനെ പരിവേഷങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു മരിച്ചുപോയ, എന്നാൽ എല്ലാ പരിവേഷങ്ങൾക്കും അപ്പുറത്ത് ഉജ്ജ്വലമായ ശോഭയോടെ വിളങ്ങുന്ന ഒരു ജ്ഞാന സൂര്യൻ്റെ പേരാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹം ജനിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകന് 30 വയസ്സുള്ളപ്പോഴാണ്. നബുവത്തിൻ്റെ 10 വർഷം മുൻപാണ്. അദ്ദേഹത്തിൻ്റെ ജനനത്തിലുമുണ്ടൊരത്ഭുതം. ജനനം അത്ഭുതമാകുന്നത് ആ ജനനത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ടുമാണ്. പക്ഷേ ജനനത്തിലും ഒരു പ്രത്യേകതയുണ്ട്. ചില ജനനങ്ങൾക്ക് അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്, ഭാര്യയുടെ പേരും ഫാത്തിമയാണ്. അങ്ങനെ ഉമ്മയായ ഫാത്തിമ ബിന്ത് അസദ് ഒരു ദിവസം കഅബ വൃത്തിയാക്കുന്നതിന് വേണ്ടി കഅബയുടെ അകത്ത് പ്രവേശിക്കുന്നു. അവർ ഗർഭിണിയാണ്. അങ്ങനെ കഅബയുടെ അകത്ത് പ്രവേശിച്ചപ്പോഴാണ് അവർക്ക് പേറ്റുനോവുണ്ടാകുന്നതും അങ്ങനെ അവിടെ വെച്ച് തന്നെ പ്രസവിക്കുന്നതും. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ആണ് പ്രസവിക്കുന്നത്. അങ്ങനെ കഅബയുടെ ഉള്ളിൽ ജനിച്ച ഒരു കുട്ടി, അത് അലി ഇബ്നു അബീ ത്വാലിബിന്റെ വ്യക്തിത്വത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ മഹത്വപ്പെടുത്തുന്ന ഒരു സംഗതിയല്ല, കാരണം അദ്ദേഹം അറിയാതെ സംഭവിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു അത്ഭുതം അല്ലെങ്കിൽ അങ്ങനെ ഒരു സവിശേഷത അവിടെ തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണ് അലി പിന്നീട് പ്രവാചകന്റെ കുട്ടിയായി വളരുന്നത്. പ്രവാചകനാണ് അലീനെ വളർത്തുന്നത്. തൻ്റെ പിതൃവ്യൻ്റെ മകനാണെങ്കിലും പ്രവാചകനാണ് വളർത്തുന്നത്. ആ സ്വഭാവ ഗുണങ്ങളെല്ലാം അപ്രകാരം തന്നെ അലി ഇബ്നു അബീ ത്വാലിബിലേക്ക് സന്നിവേശിപ്പിക്കാൻ പ്രവാചകന് സാധിച്ചിട്ടുണ്ട്. പ്രവാചകന്റെയും അലിയിൻ്റെയും വ്യക്തിത്വത്തെ നാം വിശകലനം ചെയ്താൽ ഇതിലേതാണ് പ്രവാചകന്റെ ഗുണങ്ങളെന്ന് ഏതാണ് അലിയിൻ്റെ ഗുണങ്ങളെന്ന് വേർതിരിക്കാൻ കഴിയാത്ത വിധം അത് സമന്വയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ അലിയെക്കുറിച്ച് പറഞ്ഞ ധാരാളം വചനങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അലിയുമായി ബന്ധപ്പെട്ട് വന്ന ധാരാളം വചനങ്ങളുണ്ട്. അതിലൊരു വചനമാണ്, പ്രവാചകൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഗദീർ ഹും എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താവളമടിച്ചു. എല്ലാവരും അവിടെ നിൽക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ മുമ്പേ കടന്നുപോയവരെയൊക്കെ തിരികെ വിളിച്ച് എല്ലാവരും ഗദീർ ഹും എന്ന് പറയുന്ന ആ ഒരു വലിയ മൈതാനിയിൽ ഒരുമിച്ച് കൂടി. ഇത് ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയുന്ന സംഭവമാണ്. അഹ്ലുസുന്നയുടെ ഹദീസിൻ്റെ കിതാബുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരുമിച്ച് കൂടി, എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഹജ്ജ് കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഇവിടെ ഈ പാതി വഴിയിൽ നിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരുപക്ഷേ മഹാപ്രവാചകന് ഉൾക്കാഴ്ചയുണ്ടായിരിക്കാം, ഇനി മദീനയിൽ പോയാൽ എന്നെ ഇവർ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന്. മദീനയിൽ പോയാൽ ഒരുപക്ഷെ ഇതുപോലെ പറയാൻ സാധിക്കില്ലെന്ന് മഹാഗുരുവിന് തിരിച്ചറിവ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പാതി വഴിയിൽ എല്ലാവരെയും വിളിച്ച് ഇരുത്തി, ലക്ഷക്കണക്കിന് ആളുകളെ വിളിച്ചിരുത്തി പ്രവാചകൻ ഇക്കാര്യം പറയുന്നത്. എന്നിട്ട് അവിടെ വന്ന് പ്രവാചകൻ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ പ്രവാചകൻ വലിയ ശബ്ദത്തിൽ അവരോട് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ജനാരവം ഒന്നിച്ച് ആർത്തു വിളിച്ചു, ഉവ്വ്, തീർച്ചയായും ഉണ്ട്. നിങ്ങൾ എന്നെ നേതാവായിട്ട് അംഗീകരിക്കുന്നുവോ? തീർച്ചയായും അംഗീകരിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു. എന്നെ നേതാവായിട്ട് അംഗീകരിക്കുന്നവരെല്ലാം ഈ അലിയിനെ നേതാവായിട്ട് അംഗീകരിച്ചു കൊള്ളണം. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം അലിയിനെ സ്നേഹിച്ചു കൊള്ളണം. എല്ലാവരും നിശബ്ദം
പ്രവാചകന്റെ ഈ വചനത്തെ കേട്ടു. ചിലരൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുത്തു, ചിലരൊക്കെ നാവിലേറ്റെടുത്തു, ചിലർക്കൊക്കെ ഉള്ളിൽ മുറുമുറുപ്പുണ്ടായി, അരിശമുണ്ടായി. പക്ഷേ പ്രവാചകൻ ഇത് പറയുന്നത് ശക്തമായ ഒരു ബോധനത്തിൻ്റെ വെളിച്ചത്തിലാണ്. ആ ബോധനം ഇങ്ങനെയാണ്: യാ അയ്യുഹർ റസൂൽ, ഓ പ്രവാചക, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, നിനക്ക് നാം അവതരിപ്പിച്ചത് നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. വ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത, നീ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും നിന്റെ ദൗത്യത്തിൽ വീഴ്ച വരുത്തിയവനായി നീ കണക്കാക്കപ്പെടും. വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളെ ഭയപ്പെടേണ്ടതില്ല, അവരിൽ നിന്ന് നിന്നെ നാം കാത്തുകൊള്ളും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, നിഷേധികളെ ഒരിക്കലും ഹിദായത്തിലേക്കാക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. ഇതുഗ്രമായൊരു ശാസനയാണ്. നിന്നോട് പറഞ്ഞത് നീ പറയണം. ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് ആശങ്കിച്ച് പറയാതിരിക്കരുത്, പറയണം എന്ന് പറഞ്ഞ് പ്രവാചകന് ശാസന വന്നതിനെ തുടർന്നാണ് ആ പാതി വഴിയിൽ ജനക്കൂട്ടത്തെ ഒരുമിച്ച് നിർത്തി പ്രവാചകൻ ഇക്കാര്യം പറയുന്നത്. അത് കേട്ട് ഉമർ പറയുന്നതായിട്ട് പിന്നെ നമുക്ക് കാണാം. തഫ്സീറുൽ കബീർ റാസി പറയുന്നതായിട്ട് കാണാം: വലമ്മ നസലത്ത് ഹാദിഹില്ലായ, ഈ വചനം ഇറങ്ങിയപ്പോൾ അഖദ ബിയദിഹി, അലിയിൻ്റെ കൈ പ്രവാചകൻ പിടിച്ചു. വഖാല, എന്നിട്ട് റസൂല് പറഞ്ഞു: മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു, അല്ലാഹുമ്മ വാലിമൻ വാലാഹു വആദിമൻ ആദാഹു. അല്ലാഹുവേ, ഇതാ ഞാൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ അലിയിനെ സ്നേഹിക്കട്ടെ, എന്നെ നേതാവാക്കുന്നവർ അലിയിനെ നേതാവാക്കട്ടെ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പാകെ പ്രവാചകൻ ഇത് വിളംബരപ്പെടുത്തി. അപ്പോൾ വലഖിയഹു ഉമർ, ഉമർ ഇതിന് സാക്ഷിയാണ്. അപ്പോൾ ഫഖാല, ഉമർ പറഞ്ഞു: ഹനി അല്ലക ഇബ്ന അബി ത്വാലിബ്, അലിയെ നിനക്ക് അഭിനന്ദനങ്ങൾ. അസ്ബഹ്ത മൗലായ വ മൗലാ കുല്ലി മുഅ്മിനിൻ വ മുഅ്മിന, ഇപ്പോൾ നീയാണ് എൻ്റെ നേതാവ്, എല്ലാ വിശ്വാസിനികളുടെയും നേതാവ് നീയായി തീർന്നിരിക്കുന്നു എന്ന് ഉമർ പറഞ്ഞു. ഇങ്ങനെ തഫ്സീറുൽ കബീറിൽ 12-ാമത്തെ ഭാഗം 401-ാമത്തെ പേജിൽ ഇത് എഴുതിയത് കാണാം. ഇത് ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രവാചകൻ തൻ്റെ പിന്മുറക്കാരനായി, ജ്ഞാനത്തിൻ്റെ കൈവഴിയിൽ പ്രവാചകന്റെ പിന്മുറക്കാരനായി ഗദീർ ഹും എന്ന് പറയുന്ന സ്ഥലത്ത് ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ ലക്ഷക്കണക്കിന് സഹാബികളെ സാക്ഷി നിർത്തി ഏൽപ്പിച്ചതാരെയോ ആ അലിയിന്റെ ജന്മത്തെക്കുറിച്ചാണ്. റജബ് മാസം 13-ാം തീയതി കഅബയ്ക്കുള്ളിൽ ജനിച്ച അലിയിന്റെ ജന്മത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അലിയാണ് ഇസ്ലാമിക ജ്ഞാനത്തിൻ്റെ പാരമ്പര്യത്തെ, അതിൻ്റെ തുടർച്ചയെ കാത്തുവച്ചത്. ഇപ്പോഴും അതെ, അലിയിലൂടെ അല്ലാതെ നമുക്ക് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാനാണ് അറിവിൻ്റെ നഗരിയെങ്കിൽ ആ നഗരിയിലേക്ക് കടന്നു വരാനുള്ള ഏകവാതിൽ അലിയാണെന്ന് പ്രവാചകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതല്ലാത്ത വഴികളിലൂടെ പോയവരൊക്കെയും എത്തിപ്പെട്ടിട്ടുള്ളത് പ്രവാചകനിലല്ല. അലിയല്ലാത്ത വഴികളിലൂടെ ആരൊക്കെ പോകാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് മറ്റേതൊക്കെയോ തലങ്ങളിലേക്കാണ്. അവർക്ക് പ്രവാചകനിൽ എത്താൻ കഴിയില്ല. പ്രവാചകനിലേക്കൊരു നടപ്പാതയുണ്ട്, പ്രവാചകനിലേക്കൊരു ഒറ്റയടി പാതയുണ്ട്. ആ ഒറ്റയടി പാതയുടെ പേരാണ് അലി ഇബ്നു അബി ത്വാലിബ്. ആ വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിലേ പ്രവാചകനിൽ എത്താൻ കഴിയൂ. പ്രവാചകന്റെ അസ്റാറുകൾ, പ്രവാചകന്റെ ഹിക്മത്തുകൾ, പ്രവാചകൻ കൈമാറിയിട്ടുള്ള ജ്ഞാനം, ഇതൊക്കെയും അലി വഴിയല്ലാതെ നമുക്ക് കിട്ടുക സാധ്യമല്ല എന്നർത്ഥം. അങ്ങനെയാണ് പ്രവാചകൻ എങ്ങനെയാണ് പ്രവാചകൻ കൈമാറാതിരിക്കുക എന്നത് നമുക്ക് ബോധ്യപ്പെടും അലിയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആദ്യത്തെ വാചകം, ഖുർആനിലെ 1-ാമത്തെ വചനം, പ്രവാചകന് ആദ്യമായി ലഭിച്ച വഹി, ഇത് എഴുതി വെച്ചയാളിന്റെ പേരാണ് അലി ഇബ്നു അബി ത്വാലിബ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന അവസാനത്തെ വചനം, പ്രവാചകൻ വഫാത്താകുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പ് അവതരിച്ച അവസാനത്തെ വചനം, ഇത് എഴുതി വെച്ചയാളിന്റെ പേരും അലി ഇബ്നു അബി ത്വാലിബ്. എന്ന് വെച്ചാൽ പ്രവാചകത്വത്തിന്റെ 1-ാം തീയതി മുതൽ പ്രവാചകൻ മരണപ്പെടുന്നത് വരെ എല്ലാറ്റിനും സാക്ഷിയായ ആളാണ് അലി ഇബ്നു അബി ത്വാലിബ്. നുബുവത്ത് കിട്ടുമ്പോൾ 10 വയസ്സ്, നുബുവത്ത് കിട്ടി മലയിറങ്ങി വന്ന് തനിക്ക് നുബുവത്ത് കിട്ടിയെന്നും താൻ പ്രവാചകനായെന്നും ആദ്യമായി പറഞ്ഞത് 2 പേരോടാണ്. അത് ഖദീജയോടും അലിയിനോടുമാണ്. താൻ പ്രവാചകനാണ്, അങ്ങനെ ആദ്യമായി താൻ പ്രവാചകനാണെന്ന് റസൂലിന്റെ നാവിൽ നിന്ന് കേട്ടത് അലി ഇബ്നു അബി ത്വാലിബ്. പിന്നെ ഹിജ്റ പോകുമ്പോൾ താൻ ഹിജ്റ പോവുകയാണ്, എനിക്ക് പകരം ഈ വിരിപ്പിൽ നീ കിടക്കണമെന്ന് പറഞ്ഞ് പിടിച്ചു കിടത്തിയത് അലി ഇബ്നു അബി ത്വാലിബിനെ. അതാണ് 2-ാമത്തെ പ്രധാനപ്പെട്ട സംഭവം.
അത് കഴിഞ്ഞ് പ്രവാചകൻ വഫാത്താകുമ്പോൾ അവിടെ റസൂലിൻ്റെ കാലിൽ തൊട്ട് പ്രവാചകന്റെ മരണത്തിന് സാക്ഷിയായി നിൽക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ്. സമൂലമായ ആ പ്രവാചക ജീവിതത്തിന്റെ വൃത്തങ്ങളിൽ എപ്പോഴും ഒരേ രീതിയിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ പേരാണ് അലി ഇബ്നു അബീ ത്വാലിബ്. എല്ലായിടത്തും അദ്ദേഹം ഉണ്ടായിരുന്നു, എല്ലാ നിലക്കും അദ്ദേഹം ഉണ്ടായിരുന്നു. പ്രവാചകന്റെ വേദനയുടെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ഇല്ലായ്മയുടെ, വല്ലായ്മയുടെ ഘട്ടങ്ങളിലെല്ലാം പ്രവാചകൻ പട്ടിണി കിടക്കുമ്പോഴൊക്കെയും അലിയും പട്ടിണിയായിരുന്നു. പ്രവാചകൻ മുറിവേൽക്കുമ്പോഴൊക്കെയും അലി വേദനിച്ചിരുന്നു. പ്രവാചകൻ സഞ്ചരിക്കുന്നിടത്തൊക്കെയും നിഴലുപോലെ അലി ഉണ്ടായിരുന്നു. അവസാനം തൻ്റെ മകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾ പ്രവാചകന്റെ മകളെ സ്വന്തപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോഴും പ്രവാചകന്റെ മരുമകനായി ചരിത്രത്തിൽ ഇടം നേടാൻ പലരും കൊതിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്ന അലിയിനെ പ്രവാചകൻ വിളിച്ചു. തൻ്റെ മകൾക്ക് നിന്നേക്കാൾ പറ്റിയൊരു വരനെ ഈ ലോകത്ത് എനിക്ക് കാണാൻ സാധ്യമല്ലെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇതിനേക്കാൾ വലിയൊരു അംഗീകാരമുണ്ടോ? എൻ്റെ മകൾക്ക് ഫാത്തിമയ്ക്ക് കൂട്ടായി നീ വേണം, നിനക്ക് കൂട്ടായി ഫാത്തിമ വേണം, അതാണ് ചേരുന്നത്, അതേ ചേരുകയുള്ളൂ. അങ്ങനെ അലിയിനെ വിളിച്ച് തൻ്റെ മകൾക്ക് വരനായി നിശ്ചയിച്ചു. അലിയിൻ്റെ സ്വഭാവ മഹിമ കൊണ്ടും അലി ഈ ലോകത്ത് ആരാണ് എന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞതുകൊണ്ടും മാത്രമായിരുന്നു അത്. പ്രവാചകന്റെ മകളെ വിവാഹം ചെയ്യാൻ, അങ്ങനെ പ്രവാചകന്റെ മരുമകനെന്ന് അടയാളപ്പെടുത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ, പ്രഗത്ഭരും മാന്യരും മഹത്വമുള്ളവരുമായിട്ടുള്ള പലരും. പക്ഷേ അവരെയൊന്നും പ്രവാചകൻ കണ്ടില്ല. പ്രവാചകൻ കണ്ടത് അലിയിനെയാണ്. അലി ദരിദ്രനാണ്. അലി വലിയ ഏതെങ്കിലും സൗകര്യങ്ങളുള്ള വീട്ടിലേക്ക് തൻ്റെ മകളെ കൊണ്ടുപോകുമെന്ന് പ്രവാചകന് ഉറപ്പുണ്ടായിരുന്നു, കൊണ്ടുപോകില്ലെന്ന്. കാരണം അലിക്ക് അങ്ങനെ ഒരു എല്ലാ സൗകര്യങ്ങളുള്ള വീടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും റസൂൽ അലിയിനെ തിരഞ്ഞെടുത്തു. കാരണം പ്രവാചകൻ കണ്ടത് അലിയിൻ്റെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ദീപത്തെയായിരുന്നു എന്നർത്ഥം. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ്. ചരിത്രം അലിയിനെ തമസ്കരിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹം അലിയിനോട് ക്രൂരത കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അലി എന്ന നാമം ഉറക്ക ഉച്ചരിക്കാൻ ഇന്ന് പലർക്കും ഭയമാണ്. കാരണം അലി എന്ന് ഉച്ചരിക്കുമ്പോഴേക്കും അവർ മറ്റേതോ ഒരു ലോകത്തേക്ക് എത്തിപ്പെടുമെന്ന്, മറ്റെന്തൊക്കെയോ വിലാസങ്ങൾ അയാളിലേക്ക് വന്നു ചേരുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അലിയിനെ കുറിച്ച് പറയാൻ ഭയമാണ്. ഈ ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്, ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഭയമാണ്. നിങ്ങൾ അലിയിനെ കുറിച്ച് മിണ്ടരുത്, ഫാത്തിമയെക്കുറിച്ചും ഹസനെക്കുറിച്ചും ഹുസൈനെ കുറിച്ചും മിണ്ടരുത്. അങ്ങനെ മിണ്ടിയാൽ നിങ്ങൾക്ക് തെറ്റായ വിലാസം ഉണ്ടാകും. അങ്ങനെ മിണ്ടാതിരിക്കാൻ വേണ്ടി ആരൊക്കെയോ ഏർപ്പെടുത്തിയ ഭീഷണികളിൽ എല്ലാവരും ഭയന്നുപോയി. അതുകൊണ്ട് അലിയിനെ കുറിച്ച് പറയാൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, റജബ് മാസം വരുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബിന്റെ ജന്മമാസമാണ്, റജബ് 13-നാണ് അലി ജനിച്ചത്, അതുകൊണ്ട് അലിയെ കുറിച്ച് പറയാം എന്ന് ഒരു മിമ്പറിൽ വെച്ചും ആരും പറയുന്നത് നമ്മൾ കേൾക്കാറില്ല. കാരണം അലി തമസ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അന്നു മുതൽ, പ്രവാചകന്റെ വിയോഗം മുതൽ ഇന്നേ വരെ അലി തമസ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അലി റസൂലിന്റെ ജനാസയുടെ അടുത്തിരിക്കുമ്പോഴാണ്, റസൂലുള്ളാന്റെ ജനാസയെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, റസൂലുള്ളാന്റെ ജനാസ കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് മുന്നിൽ അലി ഇരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രവാചകന്റെ പകരക്കാരനെ നിശ്ചയിക്കാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത്. അലിയനോട് ചോദിച്ചില്ല, പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയോട് ചോദിച്ചില്ല. എന്നിട്ട് ഇപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാചകന്റെ ജനാസയുടെ അരികിൽ നിൽക്കുകയായിരുന്ന അലിയിനെയും ഫാത്തിമയെയും വിവരം അറിയിക്കുന്നത്. ഞാൻ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോവുകയല്ല. ഞാൻ പറയുന്നത് അന്ന് മുതൽ തുടങ്ങിയ ഈ ഒരു അവഗണനയുണ്ടല്ലോ, മാറ്റി നിർത്തലുണ്ടല്ലോ, ആ മാറ്റി നിർത്തൽ അലിയിന്റെ മരണത്തോടു കൂടിയും ഇല്ലാതായി പോയിട്ടില്ല. ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായി. ഇപ്പോഴും നാം അലിയിനെ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നോർക്കണം, അലി ആര് പ്രവാചകനെ അറിയാൻ ശ്രമിക്കുന്നുവോ, ആര് പ്രവാചകനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ആര് പ്രവാചകനെ കണ്ടെത്തണമെന്ന് കൊതിക്കുന്നുവോ, അവർക്കൊരേ ഒരു വഴിയേ ഉള്ളൂ, അത് അലി എന്ന വഴിയാണ്. അലിയിലൂടെ പോയാൽ മാത്രമേ പ്രവാചകനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. റസൂല് പറയുന്നു, എനിക്ക് മൂസയ്ക്ക് ഹാറൂനിനെ പോലെയാണ് അലി എനിക്ക്. മൂസയും ഹാറൂനും തമ്മിലുള്ള ബന്ധം എപ്രകാരമോ അപ്രകാരമാണ് എനിക്ക് അലി എന്ന് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു. മറ്റൊരിക്കൽ റസൂൽ പറയുന്നതായിട്ട് തബ്രാനി ഉദ്ധരിക്കുന്നു, അമ്മാ തർല അന്നക അഖീ വ അന അഖൂക്, അലി നീയും ഞാനും സഹോദരങ്ങളാണ് എന്നുള്ളത് പോരെ നിനക്ക്? നിന്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തിന്, നിന്റെ ജീവിതത്തിന്റെ ആനന്ദത്തിന് ഞാൻ മറ്റെന്താണ് നിന്നോട് പറയേണ്ടത്? മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞതായിട്ട് അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഉമ്മു സലമ റിപ്പോർട്ട് ചെയ്യുന്നു, ജാഅ
ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി വ ഫാത്തിമ. ഒരിക്കൽ അലിയും ഫാത്തിമയും കൂടി പ്രവാചകന്റെ അരികിലേക്ക് വന്നു. അവരെ കണ്ടയുടൻ പ്രവാചകൻ എഴുന്നേറ്റ് അവരെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അലി അബ്ശിർ, അലി നിനക്കൊരു സുവിശേഷമുണ്ട്. ഫഇന്നക വഅസ്ഹാബുക വശീഅതുക ഫിൽ ജന്ന, നീയും നിന്റെ അനുചരന്മാരും നിന്നോടൊപ്പം ചേർന്നവരുമെല്ലാം സ്വർഗത്തിലാണെന്ന് ഞാൻ നിനക്ക് സുവിശേഷം അറിയിക്കുന്നു എന്ന് അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഇങ്ങനെ പ്രവാചകൻ അലിയിനെ കുറിച്ച് പറഞ്ഞ സുവിശേഷങ്ങളും വിശേഷങ്ങളും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം സാഹിത്യകാരനായിരുന്നു, കവിയായിരുന്നു. ഇന്ന് നിങ്ങൾ അറബി ഭാഷ പഠിക്കുമ്പോൾ നഹ്വ് പഠിക്കും, അതിൻ്റെ ഗ്രാമർ പഠിക്കും. ഈ ഗ്രാമറിൻ്റെ പിതാവ്, അറബി ഭാഷയുടെ ഗ്രാമറിൻ്റെ പിതാവ് അലി ഇബ്നു അബി താലിബാണ്. അധികം ആളുകൾക്കും അറിയില്ല. അലിയാണ് അതിൻ്റെ അറബി ഭാഷയുടെ ഒരു ഗ്രാമറിന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത്. അറബി ഭാഷയ്ക്ക് വ്യാകരണം ചമച്ചത് അലി ഇബ്നു അബി താലിബാണ്. അങ്ങനെ അറബി ഭാഷയെ ലോകത്തിൻ്റെ മറ്റ് ഭാഷകളോടൊപ്പം നിൽക്കാൻ അതിന് ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നൽകിയ മഹാസാഹിത്യകാരനാണ് അലി എന്നർത്ഥം. അദ്ദേഹം എഴുതിയ കവിതകൾ ധാരാളമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ സമാഹരിച്ച് നഹ്ജുൽ ബലാഗ എന്നൊരു ഗ്രന്ഥമുണ്ട്. ഒരുപക്ഷെ ഇന്നും അറബി സാഹിത്യത്തിൽ അത്യുന്നതമായ തലങ്ങളിൽ നിൽക്കുന്ന ഒരു സൗന്ദര്യശാസ്ത്രപരമായി ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് നഹ്ജുൽ ബലാഗ. അദ്ദേഹത്തിൻ്റെ ഒരു കവിത അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം നമ്മെ അറിയിക്കും. റഅയ്തു ദഹ്റ മുഖ്തലിഫൻ യദൂറു ഫലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു വഖദ് ബനത്തിൽ മുലൂകു ബിഹാ ഖുസൂറൻ ഫലം തബ്ഖൽ മുലൂകു വലൽ ഖുസൂറു. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം അദ്ദേഹം എഴുതിയ ഈ കവിതയിലുണ്ട്. അദ്ദേഹം പറയുന്നു, റഅയ്തു ദഹ്റ, ഞാൻ കാലത്തെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. മുഖ്തലിഫൻ യദൂറു, അതിങ്ങനെ വ്യത്യസ്തമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു, ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഒരു സന്തോഷവും നിലനിൽക്കുന്നില്ല, ഒരു ദുഃഖവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സന്തോഷവും കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതായി പോകും, എല്ലാ ദുഃഖവും കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതായി പോകും. ഇതാണ് ഞാൻ കാലത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു സത്യം. വഖദ് ബനത്തിൽ മുലൂകു ബിഹി ഖുസൂറൻ, ഈ സന്തോഷത്തിന് വേണ്ടി രാജാക്കന്മാരൊക്കെ വലിയ മാളികകൾ പണിയുന്നുണ്ട്, കൊട്ടാരങ്ങൾ പണിയുന്നുണ്ട്. ഫലം തബ്ഖൽ മുലൂകു വലൽ ഖുസൂറു, പക്ഷേ ഈ രാജാക്കന്മാരൊന്നും ഇവിടെ ചിരഞ്ജീവികളായി ജീവിക്കുന്നതായി കാണുന്നില്ല. ഒരു കൊട്ടാരവും ഇവിടെ എല്ലാ കാലത്തും ഉള്ളതായിട്ടും കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം വെറും മായയാണ് എന്ന് അദ്ദേഹം കണക്കാക്കുകയും ആ വീക്ഷണമനുസരിച്ച് അദ്ദേഹം ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ തൻ്റെ ജീവിതം തൻ്റെ ആദർശവുമായി ഒരുമിപ്പിച്ച് മേളിപ്പിച്ച് സമന്വയിപ്പിച്ച് പോയ ഒരു മഹാഗുരുവിൻ്റെ ജന്മമാസത്തിൽ അദ്ദേഹത്തെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുക, പ്രവാചകനോടൊപ്പം നിഴലായി നിന്ന് പ്രവാചകനെ സമൂലമായി അറിഞ്ഞ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തൻ്റെ രഹസ്യങ്ങളെല്ലാം കൈമാറിയ, രഹസ്യം എന്ന് പറയുന്നത് ജ്ഞാനപരമായ രഹസ്യമാണ് കേട്ടോ, പ്രവാചകന് മറ്റ് രഹസ്യങ്ങളൊന്നുമില്ല, ജ്ഞാനപരമായ രഹസ്യങ്ങൾ അതെല്ലാം കൈമാറിയത് അലി ഇബ്നു അബി താലിബിലേക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മംബഉൽ ഉലൂം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊരു വിശേഷണമുണ്ട്, അറിവിൻ്റെ സ്രോതസ്. യാ മംബഉൽ ഇൽമി വൽ അസ്റാരി വൽ ഹികമി യാ മൻ ലഹുൽ ഫദ്ലു ഫിൽ ഇസ്ലാമി ലം യുഖമി അൻതൽ ഇമാമുൽ ലദീ ഫിൽ ഹഖ് മൻസിലതൻ മാ നാലഹാ അഹദുൻ ഫിൽ ഖൽഖി മിൻ ഖിദമി. യാ മംബഉൽ ഇൽമി, ജ്ഞാനത്തിൻ്റെ സ്രോതസ്, വൽ അസ്റാരി, രഹസ്യങ്ങളുടെ സ്രോതസ്, വൽ ഹികമി, തത്വങ്ങളുടെ സ്രോതസ്. ഇതൊക്കെയായിരുന്നു അലി ഇബ്നു അബി താലിബ്. അതുകൊണ്ട് പ്രവാചകന്റെ ജ്ഞാനവഴിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നാമതായി വേണ്ടത് ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ അലി ഇബ്നു അബി താലിബിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അദ്ദേഹത്തിലൂടെ പോവുക എന്നുള്ളതാണ്. 4ാം ഖലീഫ എന്ന നിലക്കല്ല. 4ാം ഖലീഫ അലി ഇബ്നു അബി താലിബിനെ ഏതെങ്കിലും അർത്ഥത്തിൽ മഹത്വപ്പെടുത്തുന്നില്ല. 4ാം ഖലീഫയായിട്ടല്ല, മറിച്ച് 1ാമത്തെ മനുഷ്യൻ, പ്രവാചകന് ശേഷം അറിവിന്റെ വഴിയിൽ ജ്ഞാനത്തിന്റെ വഴിയിൽ 1ാമത്തെ മനുഷ്യൻ, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും എല്ലാം 1ാമത്തെ മനുഷ്യനായി അലി ഇബ്നു അബി താലിബിനെ കാണുകയും അലി ഇബ്നു അബി താലിബിലൂടെ പ്രവാചകനിലേക്ക് സഞ്ചരിക്കുകയും വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وبن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب
സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما സഹോദര സഹോദരികളെ തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. അലി ഇബ്നു അബി താലിബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഉൾക്കൊള്ളലിൻ്റെ രീതിശാസ്ത്രമാണ്. അലി ഇബ്നു അബി താലിബിനോളം ഇസ്ലാമിക ലോകത്ത്, അത് ഭരണാധികാരിയാവട്ടെ, ജ്ഞാനിയാവട്ടെ, ഗുരുവാകട്ടെ, പ്രവാചക ശിഷ്യരാവട്ടെ, ആരെ എടുത്തു നോക്കിയാലും അലി ഇബ്നു അബി താലിബോളം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ മതങ്ങളെയും, എല്ലാ ചിന്താധാരകളെയും സ്വന്തമെന്ന പോലെ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഉൾക്കൊണ്ട ഒരാളാണ് അലി ഇബ്നു അബി താലിബ്. അദ്ദേഹം മദീനയിൽ നിന്ന് കൂഫയിലേക്ക് ആസ്ഥാനം മാറ്റി. കൂഫയിലേക്ക് മാറ്റിയപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമായ എല്ലാ മനുഷ്യരെയും അദ്ദേഹം വിളിച്ചു. ഇത് മദീനയിൽ സാധിക്കുമായിരുന്നില്ല, കാരണം മദീനയിൽ അന്തരീക്ഷം കലുഷമായിരുന്നു. അതുകൊണ്ടാണ് കൂഫയിലേക്ക് പോയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അന്നാട്ടിലുള്ള വളരെ ന്യൂനപക്ഷം ഒന്നും പറയാൻ പറ്റില്ല, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമുള്ള ഹുസൈനി ബ്രാഹ്മൺസിൻ്റെ ഭാഗമായിട്ടുള്ള ദാദു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ യഹൂദരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു, ആ നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധികളുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആദ്യമായി ഒരു നിയമം ഉണ്ടാക്കിയത് അലി ഇബ്നു അബി താലിബാണ്. ഉമറിൻ്റെ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉമറിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഉമർ വാളെടുത്തു, കൊന്നുകളയാന്ന് പറഞ്ഞു. അലി ഇബ്നു അബി താലിബ് പറഞ്ഞു, അങ്ങനെയല്ല, കൊല്ലുകയല്ല, പ്രശ്നം പഠിക്കണം. അങ്ങനെ അദ്ദേഹത്തെ പഠിക്കാൻ ഏൽപ്പിച്ചു. അദ്ദേഹം പഠിച്ചിട്ട് പറഞ്ഞു, ഒരാളുടെ ലിംഗവർഗം നിർണ്ണയിക്കേണ്ടത് അയാളാണ്, അയാളുടെ മാതാപിതാക്കളോ സൊസൈറ്റിയോ അല്ല. അതുകൊണ്ട് ഒരാൾ അയാളുടെ ലിംഗവർഗം ഇന്നതാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ വിശ്വസ്തരായ ബിഷഗ്വരന്മാരുടെ, വൈദ്യന്മാരുടെ പിന്തുണയോടെ പരിശോധിച്ച് അയാളുടെ അവകാശവാദം സ്ഥാപിക്കണം. അയാൾക്ക് അയാൾ പറയുന്ന, അയാൾ അവകാശപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള അവകാശം നൽകണമെന്ന് രേഖാമൂലം എഴുതി കൊടുത്തത് അലി ഇബ്നു അബി താലിബാണ്. ഇത്രത്തോളം ഇന്ന് ഇക്കാലത്ത് 15 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും നമുക്ക് ഈ ഉൾക്കൊള്ളൽ ശേഷി വന്നിട്ടില്ല. പ്രവാചകന്റെ വഴിയായിരുന്നു അത്. അലി ഇബ്നു അബി താലിബിൻ്റെ മക്കളും ആ വഴിയാ പോയത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ എത്തിയപ്പോൾ ഈ ദാദുവിൻ്റെ പിന്മുറക്കാർ വന്നിട്ട് അദ്ദേഹത്തോട് തങ്ങളെ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ചു. അതുകൊണ്ടാണ് അവർ ഹുസൈനി ബ്രാഹ്മൺസ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴും ചരിത്രത്തിൽ. ഇങ്ങനെ ഉൾക്കൊള്ളലിൻ്റെ രീതിശാസ്ത്രം നമ്മെ പഠിപ്പിച്ച ആളാണ് അലി ഇബ്നു അബി താലിബ്. മാത്രവുമല്ല, തസവുഫിൻ്റെ വഴി. തസവുഫ് എന്ന് പറയുന്നത് എന്തോ കോപ്രായം കാട്ടിക്കൂട്ടുന്ന രീതിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിൻ്റെ നനവുണ്ടല്ലോ, ഇസ്ലാമിൻ്റെ ആ ആർദ്രത ഉൾക്കൊള്ളുന്ന വഴിയാണ് തസവുഫിൻ്റെ വഴി. മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ, അതുപോലെ മൻസൂറുൽ ഹല്ലാജിൻ്റെ, ദുന്നൂനുൽ മിസ്രിയുടെ, ജുനൈദുൽ ബഗ്ദാദിയുടെ, ശംസു തബ്രീസിയുടെ, മുഹയ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ, റിഫായി ഷെയ്ഖിൻ്റെ ഒക്കെ ഒരു വഴിയുണ്ടല്ലോ. ആ വഴി തസവുഫിൻ്റെ വഴിയാണ്. ആ വഴിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു പ്രകാശഗോളത്തിൻ്റെ പേരാണ് അലി ഇബ്നു അബി താലിബ്. അവിടെ നിന്നാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഉണ്ടാകുന്നത്, അവിടെ നിന്നാണ് ജലാലുദ്ദീൻ റൂമി ഉണ്ടാകുന്നത്, അവിടെ നിന്നാണ് ശംസുദ്ദീൻ തബ്രീസി ഉണ്ടാകുന്നത്. ആ വഴിയിലൂടെ ഇങ്ങേയറ്റത്ത് വരുമ്പോൾ നമുക്ക് മറ്റൊരു പേര് കാണാം, അത് ശ്രീനാരായണ ഗുരു എന്ന പേരാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വഴികളുണ്ട് നമുക്ക്. ആ വഴികളൊക്കെയും നമുക്ക് ആ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അലി ആരാണെന്ന് നമുക്ക് മനസ്സിലാവുക. അലിയിനെ ഉൾക്കൊള്ളുന്നവർക്ക്, ശംസുദ്ദീൻ തബ്രീസിയെയും ജലാലുദ്ദീൻ റൂമിയെയും ഉൾക്കൊള്ളുന്നവർക്ക് മൻസൂറുൽ ഹല്ലാജിനെ ഉൾക്കൊള്ളാനൊരു പ്രയാസം ഉണ്ടാവില്ല. മൻസൂറുൽ ഹല്ലാജിനെ ഉൾക്കൊള്ളുന്നവർക്ക് ശ്രീനാരായണ ഗുരുവിനെ ഉൾക്കൊള്ളാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഗുരുനാനാക്കിനെ ഉൾക്കൊള്ളാനൊരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് യേശുവിനെ ഉൾക്കൊള്ളാനോ ബുദ്ധനെ ഉൾക്കൊള്ളാനോ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് അലിയിൻ്റെ വഴിയാണ്. മറ്റേത് വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ വെറുക്കാൻ പഠിക്കും, അകറ്റാൻ പഠിക്കും. അവൻ വേറെ അവൾ വേറെ എന്ന് പഠിക്കും. അവൻ നരകത്തിൽ അവൾ നരകത്തിൽ എന്ന് പഠിക്കും. അലിയിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്
طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.